അങ്ങനെ സുകുമോദേവിയിൽ ഈ കിഡ്ലൻ ട്വിസ്റ്റ്. അതേ പ്രേക്ഷകരെ, ഇനി നമ്മുടെ പ്രഭാവതിയും മീരയും കൂട്ടും ശത്രുക്കൾ, ഇനി ഇവർ തമ്മിലുള്ള യുദ്ധമാട്ടോ നമ്മുടെ സുകുമോദേവിയിൽ നമ്മൾ പ്രേക്ഷകർ കാണുവാൻ പോകുന്നത്. അപ്പം എന്തായാലും മീര ഇപ്പോൾ കട്ട വാശിയിലാണ്. അവര് നന്ദൻ്റെയും ദേവിയുടെയും കാര്യം ആ ഒരു പരസ്യമാക്കും. ആ ഒരു ആനിവേഴ്സറി ദിവസം ഇവരുടെ നമ്മുടെ മീരയുടെയും നന്ദൻ്റെയും കല്യാണം അനൗൺസ് ചെയ്യാനാണല്ലോ നമ്മുടെ പ്രഭാവതിയുടെ തീരുമാനം. പക്ഷേ ആ ഒരു തീരുമാനങ്ങളൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ മീരയുടെ വാശി. മീര വാശി പിടിക്കുന്നുണ്ട്. ആ ഒരു ദിവസത്തിൽ നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ളൊരു വിവരം താൻ മൊത്തത്തിൽ ആകപ്പാടെ പാട്ടാക്കും എന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ പ്രഭാവതിക്ക് നമ്മുടെ മീര കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനൊക്കെ സന്തോഷമായി. മീര ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അതിന് പിന്നാലെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അന്ന് ലോകം മൊത്തം ആൾക്കാരെയൊക്കെ അറിയിച്ച് നന്ദനെ കൊണ്ട് ദേവിയുടെ കാര്യത്തിൽ താലി കെട്ടിക്കാനാട്ടോ ഇവരുടെ പ്ലാൻ, നമ്മുടെ സിദ്ധാർത്ഥൻ്റെയൊക്കെ പ്ലാന്. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടി ഒരുമിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെ പ്രേക്ഷകർ. ഇന്ന് ആൾക്കെപ്പാട് നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ ബലരാമൻ്റെ വരവ് മാത്രമുള്ളൂ. വേറെ ഒരു പെണ്ണിനെ കെട്ടിയതാണ് ആ ചെറുക്കനെന്നറിയുമ്പോൾ വീണ്ടും മരുമകനാക്കാൻ ഒരാൾ ശ്രമിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അവനെ അവിടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ബലരാമൻ അന്ന് പറഞ്ഞതുപോലെ ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ആരെയും താൻ വകവരുത്തുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദേവിയെ കൊല്ലാൻ നമ്മുടെ ബലരാമൻ മുതിരുമോ? ഇനി അതിന് തടസ്സം നമ്മുടെ മീര നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടെ. എന്തായാലും ഒരു കൊടും യുദ്ധത്തിനുള്ളൊരു ദിവസം തന്നെയാണ് വരാൻ പോകുന്നത്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസം. എന്തായാലും നമുക്ക് നോക്കാം അത് എങ്ങനെ പോകും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.